ഹലോ ഗൈസ്, വെൽക്കം ടു ലുബായ് കാൽഫോർഡിയം വ്ളോഗ്സ്. അപ്പോൾ മലേഷ്യയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോ അതിൽ കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടം പോയി കറങ്ങാനല്ലേ, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഇപ്പോൾ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെലിം ചാൻ്റെ ഫ്ലാറ്റിലായുള്ളത്. ഈ ബാക്കിൽ കാണുന്നതാണ് സെലിം ചാൻ്റെ വീഡിയോ. അതാ കിടായി രഞ്ജിത്ത് നാശി മോയ്സ്ചർ ബ്രോ അവിടെ കാറും കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒന്നും നോക്കണ്ട, നേരെ വിട്ടൂടെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മളോട് കുറച്ചാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മലേഷ്യയിലേക്ക് വരുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം ഡീറ്റെയിൽസ് വേണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നത് ഓൺ അറൈവൽ വിസയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 72 മണിക്കൂറിനുള്ളിൽ ഓൺലൈനായിട്ട് അത് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ് വേണം, പിന്നെ ഹോട്ടൽ ബുക്കിംഗ് വേണം, പിന്നെ ഷോ മണി വേണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോ മണിയൊന്നും എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ 30 ദിവസത്തേക്കാണ് നമുക്ക് വിസിറ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും നോക്കണം, നേരെ വിട്ടോ. ഗൈസ്, ഈ കാണുന്നത് നമ്മൾ ഈ ജോഹർ ബഹ്റു സിറ്റിയിൽ, അതായത് ഈ ഒരു ജില്ലയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ സുൽത്താൻ ആമിന എന്നാണ് ഈ ഹോസ്പിറ്റലിൻ്റെ പേര്. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ പിന്നെ നഗരസഭാ കാര്യാലയം, ഇവിടെയുള്ള നഗരസഭാ കാര്യാലയം, അതിൻ്റെ അടുക്ക തന്നെ വേറൊരു വലിയ പള്ളിയുണ്ട്, മസ്ജിദ് ഇസ്മായിൽ. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാ. ഈ കാണുന്ന അമ്പലചുംബികളായ എന്താ പറയേണ്ടത്, ഈ ഒരുപാട് ബിൽഡിങ്ങിന് എടുക്കാൻ പോകുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കൺട്രി ഗാർഡൻ, ഈ സംഭവത്തിൻ്റെ പേര്. ഇത് സുൽത്താൻ്റെ പ്രോപ്പർട്ടിയാന്ന് പോലും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിനേഴ്സ് മാത്രം, ഏറ്റവും കൂടുതൽ ചിലവില്ല, താമസിക്കാനുള്ള ഒരു ഏരിയയാണ്. ഭയങ്കര പൈസക്കാർ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്ത് സാധനം വാങ്ങിയാലും ഭയങ്കര പൈസയാണ്. അപ്പോൾ ഈ ഒരു കൺട്രി ഗാർഡനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിൻ്റെ ബാക്കിലൊരു ബീച്ചുണ്ട്, കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും നോക്കണം, നമുക്ക് ബാക്കി നേരിട്ട് കാണാൻ നടത്തിയിട്ട്. ഓക്കെ, come on, let's go. കൺട്രി ഗാർഡനിലെത്തിട്ടാ, ജോഹർ ബഹ്റുവിലെ കൺട്രി ഗാർഡൻ. ഏകദേശം ഒരു എൻട്രൻസ് വരുന്ന ഏതാ നോക്കി കഴിഞ്ഞാൽ അതിലാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. നമ്മൾ ആ സെലിം ചാൻ മോയ്സ്ചർ പോകുന്നുണ്ടോ, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലക്ഷറി ആയിട്ടുള്ള ഏരിയയിലേക്ക് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം അല്ലേ, എന്താ അവസ്ഥയെല്ലാം നോക്കി നോക്കാം. അപ്പോൾ ഏകദേശം അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തോ ബീച്ചെല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു നോക്കി നോക്കാം, എന്താ അവസ്ഥ വെക്കാം. അപ്പോൾ ഇതാ മോയ്സ്ചർ ഉണ്ട്, സെലിം ചാൻ ഉണ്ട്, ഇവർ രണ്ടാളാണ് എൻ്റെ എസ്കോട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവർ രണ്ടാളും ക്യാമറ കൈകാര്യം ചെയ്യും. അപ്പോൾ നേരെ നമുക്ക് പോയിട്ട് എന്താ അവസ്ഥ നോക്കാം. എനിക്ക് ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഒരു ഫീൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ദുബൈ മാളിലെല്ലാം പോയി കഴിഞ്ഞാൽ ബുർജ് ഖലീഫിൻ്റെ താഴെ നാടെല്ലാം നടക്കുമ്പോൾ ഒരു ഫീലില്ലേ, ആ ഒരു ഇതുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല അത്തറും മറ്റേ ഊതിൻ്റെ എല്ലാം മണം ഉണ്ടാവും. ഇവിടെ ആ ഒരു മണമില്ല, ആ ഒരു വ്യത്യാസമാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി നടക്കാനില്ലതുണ്ടാവും, നല്ല ലോണെല്ലാക്കി നല്ല സെറ്റപ്പിലെ സംഭവം. ഏകദേശം നമുക്ക് നടന്നിട്ട് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബീച്ചിൽ പോയിട്ട് ബീച്ചിലെ അവസ്ഥയെല്ലാം ഒന്ന് നോക്കിയിട്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. വാ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടാവുമ്പോന്ന് ഞാൻ അറിയുന്നത് ഈ കാണുന്നതെല്ലാം സിംഗപ്പൂരാന്നല്ലോ കേട്ടോ. സിംഗപ്പൂരിൻ്റെ ഭാഗമല്ലോ ഇതല്ല. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഏകദേശം ബോർഡറിലാണ് നമ്മൾ ഇല്ലത്. അങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ മലേഷ്യ എന്ന് പറയുന്നത് ഇന്ന് അങ്ങോട്ട് സിംഗപ്പൂർ. അപ്പോൾ അമ്പരചുംബികളായ ഒരുപാട് ബിൽഡിങ് കാര്യങ്ങൾ. ബീച്ച് അത്ര വലിയൊരു സെറ്റപ്പ് ബീച്ചായിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷേ ഇത് ഇവിടുത്തെ മെയിൻ ബീച്ചും എല്ലാം വരും. പിന്നെ നമ്മളവിടെ ഇങ്ങനെ കുറച്ച് സമയം അവിടെ കടന്നിട്ട് ഏകദേശം സൺസെറ്റ് എല്ലാം ആകാനായി. അപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടി കുറച്ചാളിങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് നോക്കുന്നുണ്ടായിന്. ബോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ബോട്ടിംഗ് ആയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഇവരെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ നമ്മളെ ഇവിടുത്തെ പറയുന്ന പോലെ എന്തെങ്കിലും സെക്യൂരിറ്റീൻ്റെ ആവശ്യമായിട്ടില്ല പെട്രോളിങ്ങോ അങ്ങനത്തെ ഏതെങ്കിലും ബോട്ടാണെന്ന് തോന്നുന്നു. അല്ല കാണുന്നുണ്ട് അവിടെ. പിന്നെ ഇതിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതാ ഞാൻ വെച്ചെന്നാൽ മീൻ ബോട്ടായിട്ടാണ് പോകുന്നത്, മീൻ പിടിക്കുന്ന ടീമോ മറ്റെന്തെങ്കിലും അങ്ങനത്തെ എല്ലാം കുറച്ച് ബോട്ടെല്ലാം പോകുന്നതാണെന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും അവിടെ അത്ര കൃത്യമായിട്ട് കാണുന്നില്ല. പിന്നെ കുറേ ആളവിടെ ഇങ്ങനെ വോളിബോളെല്ലാം കളിക്കുന്നുണ്ടായിന്. കണ്ടറി ഗാർഡനിലെ ബീച്ചിൽ നമ്മളൊരു ക്യാരറ്റ് ജ്യൂസെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
കൺട്രി ഗാർഡന്റെ വിശേഷങ്ങളെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറുണ്ടോ? രാത്രി ഏകദേശം ഒന്ന് നൈറ്റ് ഒന്ന് ഓൺ ചെയ്യാനുള്ള മജയായിട്ടുണ്ട് നൈറ്റിലുണ്ട്. കൺട്രി ഗാർഡന്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ. നൈറ്റ് വ്യൂ ഓഫ് കൺട്രി ഗാർഡൻ. എന്നാൽ പിന്നെ നമുക്ക് നേരെ വിടാം. കൺട്രി കാണുന്ന ഏകദേശം തിരുനാളി മാടിക്കട്ടെല്ലാം കഴിഞ്ഞിട്ട് ആടുന്ന് പിന്നെ എന്താക്കി ഏകദേശം അടുത്ത കളി ഇപ്പൊ നേരെ വിടാം നമുക്ക്. ഓക്കെ, മുബസ്സിർ ബ്രോ പറഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും എന്നാൽ പിന്നെ ഡിന്നർ കഴിക്കാം. സമയം കുറേ വൈകില്ലേ. അങ്ങനെ വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, നേരെ വിട്ടോ എന്നിട്ട് നേരെ എത്തിയെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് സുപ്പക്ക. എന്തെന്ന് ഇപ്പോൾ എടുത്ത ഫുഡും ഇങ്ങനെ തന്നെ, ഇതിൻ്റെ പേരും ഇങ്ങനെ തന്നെ, ഒന്നും കിട്ടൂല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലപ്പാ. ഇപ്പം പറഞ്ഞാൽ എന്തൊരു ഇന്തോനേഷ്യൻ്റെ ട്രഡീഷണൽ ഫുഡ് ഉണ്ട്, അത് കഴിക്കാൻ വേണ്ടി നേരെ വിട്ടിങ്ങോട്ട്. നമ്മളെ ഡിന്നർ കറങ്ങി കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ അതിന് സംഭവം എന്താണെന്ന് പറയാം. അയാൾ പോയി ഇന്നലെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞോളെ. ചോറ് പിന്നെ ഈ സാധനം സൂപ്പ് സൂപ്പാ. ഇവിടെ വീണ്ടും സൂപ്പ്. ഇത് കുറച്ച് നല്ല മതിയുണ്ട് സംഭവം. കഴിഞ്ഞിട്ടേക്കും ഈ ചോറിയിൽ നിൽക്കണം, കറിയിലേക്ക് ആക്കണം, ഇതിലേക്ക് വയ്ക്കണം. നല്ല കൂടി കുട്ടി അടിച്ചു നോക്കാം. സ്പൂണെല്ലാം ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് സാധനം എടുക്കാം, ചോറിലിടാം. ചെന്ന് നമുക്കറിയാം ഇതൊരു തക്കാളി ചട്ടയൊക്കെ കറിയുണ്ട്. അതും കൂടി എല്ലാം കൂടി ഇന്തോനേഷ്യൻ്റെ ഫുഡാണ്. എല്ലാം കൂടി കൂട്ടിയിട്ട് കഴിച്ചിട്ടടി മറ്റേ സാധനം വേണ്ട, കഴിച്ചടി അടിക്കാം. ഒരു കള്ളക്കത്തിൽ നിന്ന് നോക്കി നോക്കാം. കടലല്ല ഞാൻ ആ ഒരു ഇത് പൊള്ളുന്ന സാധനം കേട്ടാ, അങ്ങനെ ഉറപ്പില്ല. ഇത് സാധനം എല്ലാം കൂടി കൂട്ടി അടിക്കാം. അപ്പം അങ്ങനെ ഫുഡൊക്കെ ഇടാം. ഓക്കെ. ഓ ഗൈസ്, ആ കണ്ണ് മൂക്കുന്നെല്ലാം വെള്ളം വന്നു. അമ്മാതിരി സ്പൈസി ഉണ്ടായിരുന്നു സാധനം. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത സാധനം ഇരിക്കുന്നു. അതിനിടക്ക് സൂപ്പും എന്താ എന്നാൽ ഇതിട്ടുണ്ട് ഏകദേശം. അതിനിടക്ക് സൂപ്പാണെങ്കിൽ കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഈ സാധനമാണ് ഈ ചുവപ്പ് കളറുണ്ടാകും. പുകച്ചിലാണ്. നാളെ രാവിലെ ഇരിക്കുമ്പോൾ അറിയാം എന്തായാലും അവസ്ഥ ഉണ്ടായിരുന്നു. കുട്ടികളെ എന്തോടെ അറിയില്ല അരച്ചത്. കണ്ണ് മൂട്ടുകാരം വെള്ളം ഒന്ന് കണ്ടാറുണ്ട്. തൽക്കാലം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പച്ചാപ്പിളിൻ്റെ ഒരു ജ്യൂസും കൂടി കുടിച്ചിട്ട് മെല്ലെ വിടാം. തീർന്ന് ഇന്നത്തെ പിടി തീർന്ന ഏകദേശം. നമുക്ക് കാണാം. ഓക്കെ.